നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടിയെന്ന വ്യാജ വാർത്ത നൽകിയ മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട് പൂട്ടി. മാത്യു സാമുവലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത 5 വിമാനങ്ങൾ വെടിവച്ചിട്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടപ്പോൾ 5 അല്ല 7 ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവച്ചിട്ടെന്നാണ് മാത്യു സാമുവലിന്റെ അവകാശവാദം. ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായ വീഡിയോ ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാരദ ന്യൂസ് മുൻ എഡിറ്റർ കൂടിയായ മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനലിന് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ചെയ്ത വീഡിയോ ആണ് വിലക്കിന് കാരണം. മോദി സർക്കാരിനെ വിമർശിക്കുന്ന നുണകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്യു സാമുവൽ തട്ടിവിടുന്നത്. എന്തുകൊണ്ടാണ് നിർണായക മുഹൂർത്തത്തിൽ സർക്കാരിനെതിരെ നുണപ്രചരണത്തിൽ മുഴുകുന്നതെന്ന് മനസ്സിലായിരുന്നില്ല. 3 റഫാൽ വിമാനങ്ങൾ, 2 മിഗ് വിമാനങ്ങൾ എന്നിവ വെടിവച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ 5 അല്ല 7 വിമാനങ്ങൾ വെടിവച്ചിട്ടെന്നാണ് മാത്യു സാമുവൽ അവകാശപ്പെടുന്നത്. BBC, CNN, ന്യൂയോർക്ക് ടൈംസ്, ഗാർഡിയൻ തുടങ്ങിയ വിദേശ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെ ആധാരമാക്കിയാണ് താൻ 7 ഇന്ത്യൻ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവച്ചിട്ടെന്ന് മാത്യു സാമുവൽ പറയുന്നു. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നഷ്ടം എന്നാണ് മാത്യു സാമുവൽ പറയുന്നത്. പക്ഷേ ഈ തിരിച്ചടി ഇന്ത്യ സമ്മതിക്കുന്നില്ലെന്നും മാത്യു സാമുവൽ പറയുന്നു. പൊതുവെ ഇന്ത്യക്കെതിരായ ഒരു റിപ്പോർട്ടിംഗ് രീതിയാണ് ഇന്ത്യ പാക് ഏറ്റുമുട്ടലിൽ വിദേശ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോയ്ക്കെതിരെ കേന്ദ്ര സർക്കാരിന് പരാതിയും കിട്ടി. ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു എന്ന തലക്കെട്ടിലായിരുന്നു വീഡിയോ. എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? ചൈനയുടെ സഹായം കാണാതിരുന്നത് എങ്ങനെ? തുടങ്ങിയ വാചകങ്ങളും തലക്കെട്ടിലുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷബീർ എന്ന വ്യക്തിയാണ് വീഡിയോയുടെ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയത്. ഇന്ത്യൻ സൈന്യത്തെ ഡീമോറലൈസ് ചെയ്യുകയും സൈന്യത്തെയും സൈനിക നടപടികളെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുക എന്ന ഉദ്ദേശത്തോടെയും അതുവഴി ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും കോട്ടം തട്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ ചെയ്തതെന്നും ഷബീർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുക്കുകയായിരുന്നു. എന്തായാലും ഇയാൾ ചെയ്ത ഈ വീഡിയോയ്ക്കെതിരെ എങ്ങും വ്യാപകമായി പരാതി ഉയർന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും ചാനൽ പൂട്ടിച്ചതും. പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന തരത്തിലായിരുന്നു ഇയാൾ വീഡിയോ ചെയ്തത്. ഇതിനെതിരെ വളരെയേറെ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ഒരു സാഹചര്യത്തിനാണ് ചാനൽ പൂട്ടിക്കെട്ടിയത്.